സ്നേഹരാഗം ഭാഗം 5. അവൾ വേഗം അവനിൽ നിന്നും മിഴികൾ പിൻവലിച്ചു. ഭയത്തിൻ്റെ കണികകൾ നന്ദനയുടെ ഉള്ളിൽ മുളപൊട്ടിയിരുന്നു. ചേട്ടനെ നോക്ക് ചേച്ചി. വീണ്ടുമുള്ള ആ പറച്ചിലിൽ അവൾ അർജുനെ നോക്കിപ്പോയി. നീട്ടിപ്പിടിച്ച അവൻ്റെ കൈകളിലെ ഉരുള അവൾ സ്വീകരിച്ചു. തൊട്ടടുത്ത നിമിഷം തിരിച്ചും നൽകാൻ നിർദ്ദേശം വന്നതോടെ വിറയ്ക്കുന്ന കൈകളാൽ അവൾ ചോറ് കുഴച്ചു. ഉരുള വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവളുടെ വിരലുകൾ അവൻ്റെ അധരങ്ങളിൽ അറിയാതെ ഒന്ന് തൊട്ടു. പെട്ടെന്ന് തന്നെ നന്ദന കൈ വലിക്കുകയും ചെയ്തു. ഭക്ഷണശേഷം വീണ്ടും ഇരുവരും സ്റ്റേജിൽ വന്നു നിന്നു. ആരെങ്കിലും സ്റ്റേജിലേക്ക് വരുമ്പോൾ മാത്രം അർജുനിൽ ഒരു പുഞ്ചിരി ഉണ്ടാവും, അത്രമാത്രം. 1 മണിയോടെ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. വൈകുന്നേരം അർജുൻ്റെ വീട്ടിൽ റിസപ്ഷൻ ഉണ്ട്. എല്ലാവരും അതിന് വരാമെന്നും പറഞ്ഞ് അനിത മകളെ യാത്രയാക്കാൻ നിന്നു. യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം അവളിൽ ഉണ്ടായിരുന്ന ധൈര്യമെല്ലാം ചോർന്നുപോയി. കരയരുത് എന്ന് കരുതിയെങ്കിലും ഒരു വിങ്ങൽ മനസ്സിൽ നിറഞ്ഞു. പുറത്തേക്ക് കടക്കാൻ എന്ന പോലെ അത് തൊണ്ടക്കുഴിയിൽ വന്നു നിന്നു. അമ്മയുടെയും നീതുമോളുടെയും മുഖത്തേക്ക് നോക്കി അവൾ ഒന്ന് തലകുലുക്കി. പോയി വരാം എന്ന ആംഗ്യത്തിൽ. നിറഞ്ഞൊഴുകുന്ന അനിതയുടെ മുഖം നന്ദനയെ വല്ലാതെ നോവിച്ചു. ചേച്ചി എന്നും വിളിച്ച് നീതുമോൾ അവളെ കെട്ടിപ്പിടിച്ചതും നന്ദന വിതുമ്പിപ്പോയി. അർജുൻ കാറിനരികിലേക്ക് നീങ്ങി നിന്നു. അനിത നീതുവിനെ നന്ദനയിൽ നിന്നും അടർത്തി മാറ്റി. വരൂ, നമുക്ക് ഇറങ്ങാം. ചന്ദ്രൻ പറഞ്ഞതും മിഴികൾ തുടച്ച് അവൾ അർജുനരികിലേക്കായി നടന്നു. അർജുൻ അവൾക്കായി കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അതോടെ അവൾ കാറിലേക്ക് കയറി. കാർ മുന്നോട്ട് പോകും തോറും നന്ദനയ്ക്ക് താൻ തനിച്ചായതുപോലെ തോന്നി. അത് മനസ്സിലാക്കിയ വിവേക് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഏട്ടത്തി എന്ന് വിളിച്ചപ്പോൾ പുറത്തേക്ക് നോക്കിയിരുന്ന നന്ദന അവനെ ഒന്ന് നോക്കി. ഇങ്ങനെ സങ്കടപ്പെടാനൊന്നുമില്ലാട്ടോ, ഹാപ്പി ആയിരുന്നേ, അവൻ പറഞ്ഞപ്പോൾ നന്ദന ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഏട്ടാ, ഏട്ടത്തിയോട് എന്തെങ്കിലും പറയൂ. അതും പറഞ്ഞ് വിവേക് നേരെ നോക്കി വണ്ടി ഓടിച്ചു. പക്ഷേ അർജുൻ ഒന്നും മിണ്ടിയില്ല. അത് നന്ദനയിൽ തെല്ല് ആശങ്ക ജനിപ്പിക്കുകയായിരുന്നു. മേപ്പാട് തറവാടിന് മുന്നിലായി കാർ വന്നു നിന്നു. എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി. പ്രഭാവതിയും കുടുംബത്തിലെ ഉയർന്ന സ്ത്രീകളും ബന്ധുക്കളും ചേർന്ന് അവരെ സ്വീകരിച്ചു. ആരതി ഒഴിഞ്ഞ ശേഷം പ്രഭാവതി വിളക്ക് നന്ദനയുടെ കയ്യിൽ കൊടുത്തു. വിളക്ക് ഏറ്റുവാങ്ങി വലതുകാൽ വെച്ച് അർജുനൊപ്പം അവൾ വീടിൻ്റെ പടികൾ കയറി. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അവൾക്ക്. ആ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും തൻ്റെ ഭർത്താവിനെക്കുറിച്ചും. പൂജാമുറിയിൽ വിളക്ക് വെച്ച ശേഷം അവർ ഇരുവരും പ്രാർത്ഥിച്ചു. പിന്നെ അവർ ഹാളിലെ കസേരയിൽ വന്നിരുന്നു. ഇനി പാല് കൊടുക്കുന്ന ചടങ്ങാണ്. പാൽ കൊടുക്കുന്ന ചടങ്ങിലും അർജുൻ്റെ മുഖത്ത് വേണ്ടത്ര തെളിച്ചമൊന്നുമില്ലായിരുന്നു. പൂജ അവളെ വേഷം മാറാനായി കൊണ്ടുപോയി. പിങ്ക് നിറത്തിൽ വെള്ളമുത്തുകൾ പതിപ്പിച്ച സാരിയാണ് നന്ദനയുടെ വേഷം. പിങ്ക് ഷർട്ടും കറുത്ത ജീൻസുമായിരുന്നു അർജുൻ്റെ വേഷം. വേഷം മാറിക്കഴിഞ്ഞതും അവർ ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങി. അങ്ങോട്ടുള്ള യാത്രയിൽ അർജുനും നന്ദനയും മാത്രമായിരുന്നു കാറിലുണ്ടായിരുന്നത്. ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അർജുൻ. ഒന്ന് വിളിച്ചു നോക്കിയാലോ, നന്ദന സ്വയം ചോദിച്ചു. തന്നെ ഇഷ്ടമില്ലേ ആവോ? അവളുടെ ചിന്തകൾ കാടുകയറി. രണ്ടും കൽപ്പിച്ച് അവൾ വിളിച്ചു. അർജുനേട്ടാ. അതോടെ ടെൻഷൻ ഇരട്ടിയായി. അവൻ അവളെ ഒന്ന് നോക്കി, എന്തേ എന്ന ഭാവത്തിൽ. എന്നോട് മിണ്ടാത്തതെന്തേ, അവൾ വിക്കി ചോദിച്ചു. എന്താ ഞാനിപ്പോൾ ചോദിക്കുക? അർജുൻ തിരക്കിയതും അവൾക്ക് മറുപടിയില്ലായിരുന്നു. അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി. തീർത്തും 2 അപരിചിതർ എന്ത് സംസാരിക്കാനാണ് എന്ന ചിന്തയിൽ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കാൻ അത് അവളെ പ്രേരിപ്പിച്ചു. തുറന്ന് സംസാരിച്ചാൽ ഈ അപരിചിതത്വം ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന ചോദ്യം ഉള്ളിൽ ഉയരുമ്പോഴും എന്താ ഇപ്പോൾ ചോദിക്കുക എന്ന അർജുൻ്റെ തിരിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവൾക്കായില്ല. മണ്ഡപത്തിൽ എത്തിയതോടെ ഫോട്ടോഗ്രാഫേഴ്സ് വീണ്ടും അവരുടെ കൂടെ കൂടി. കുറച്ചു കഴിഞ്ഞപ്പോൾ നന്ദനയുടെ ബന്ധുക്കളും എത്തിച്ചേർന്നു. വീണ്ടും ഫോട്ടോയെടുപ്പും സ്റ്റേജിലേക്ക് കയറി വരുന്നവരെ പരിചയപ്പെടലുമായി എല്ലാം യാന്ത്രികമായി മുന്നോട്ടു പോയി. സ്റ്റേജിൽ കയറി വന്ന തൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അർജുൻ നന്ദനയ്ക്ക് പരിചയപ്പെടുത്തി. മനസ്സ് കടൽ പോലെ പ്രക്ഷുബ്ധമാകുമ്പോഴും അവൾ പുഞ്ചിരിയോടെ നിന്നു. 6 മണിയോടെ നന്ദനയുടെ ബന്ധുക്കൾ തിരികെ പോയി. റിസപ്ഷൻ കഴിഞ്ഞപ്പോൾ 7 മണിയായി. നന്ദനയ്ക്ക് ഒരു മടുപ്പ് തോന്നി. ഇനി അർജുൻ്റെ വീട്ടിലേക്കാണല്ലോ പോകേണ്ടി വരിക എന്നവൾ ഓർത്തു.
സ്വന്തം വീട്ടിലേക്കൊന്ന് ഓടിച്ചെല്ലാൻ അവളുടെ ഹൃദയം വെമ്പി. വീട്ടിലേക്കുള്ള യാത്രയിൽ വീണ്ടും അവർക്കിടയിൽ മൗനത്തിൻ്റെ വേലി ഉയർന്നു വന്നു. വീട്ടിലെത്തിയപ്പോൾ പൂജയാണ് നന്ദനയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇതെല്ലാം അഴിച്ചുവെക്കാൻ സഹായിക്കണോ ഏട്ടത്തി? പൂജ തിരക്കി. വേണ്ട, ഞാൻ ചെയ്തോളാം, നന്ദന മറുപടി നൽകി. എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ, കാലിൽ നീര് വന്നു തുടങ്ങിയിരിക്കുന്നു. പൂജ പറഞ്ഞപ്പോൾ നന്ദന അവളുടെ കാലിലേക്ക് നോക്കി. ശരിയാണ്, അക്കാര്യം നന്ദനയ്ക്ക് മനസ്സിലായി. പൂജ പോയപ്പോൾ അവൾ വേഗം കതകടച്ചു കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. നെറുകിലെ സിന്ദൂരത്തിലേക്കും കഴുത്തിലെ താലിയിലേക്കും അവളുടെ മൊഴികൾ പതിഞ്ഞു. മുടിയിലെ മുല്ലപ്പൂ അഴിച്ച ശേഷം മുടി ഉയർത്തിക്കെട്ടി. താലിമാല ഒഴികെയുള്ള മാലകൾ അഴിച്ചെടുത്തു. അതുപോലെ കൈകളിലെ വളകളും ഊരിമാറ്റി. 2 കൈയിലും ഓരോ വളകൾ മാത്രം അണിഞ്ഞു. സാരി മാറാനായി പിന്നൂരാൻ തുടങ്ങുമ്പോഴാണ് കുളി കഴിഞ്ഞ് മാറാനുള്ള ഡ്രസ്സ് പൂജ എടുത്തു തന്നില്ലല്ലോ എന്ന കാര്യം ഓർമ്മ വന്നത്. എവിടെയാണെന്ന് ചോദിക്കാമെന്ന് കരുതി വാതിലിനരികിലേക്ക് എത്തിയതും ആരോ വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടു. ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ അർജുനാണ്. ഇതുവരെ വേഷം മാറിയില്ലേ? അവളെ കണ്ടതും അവൻ ചോദിച്ചു. ഡ്രസ്സ് എവിടെയാ ഇരിക്കണതെന്ന് അറിയാത്തതുകൊണ്ട് അവൾ പൂർത്തിയാക്കിയില്ല. ആ അലമാരിയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ മുറിയിലേക്ക് കടന്ന് വാതിലടച്ചു. പിന്നെ അലമാര തുറന്ന് കാണിച്ചു കൊടുത്തു. ഇതിലുണ്ട് എന്ന് അവളോടായി പറഞ്ഞ് ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു. പിന്നെ തോർത്തെടുത്ത് വാഷ്റൂമിലേക്ക് കയറിപ്പോയി. നന്ദന ഇടാനുള്ള ഇന്നറും ഡ്രസ്സും എടുത്ത് ആഭരണങ്ങൾ ബോക്സിലാക്കി അലമാരയിൽ വെച്ചു. വാഷ്റൂമിൽ നിന്നും അർജുൻ ഇറങ്ങുന്നത് നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി വന്നു. അതോടെ അവൾ കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അർജുൻ കട്ടിലിൽ കിടക്കുന്നു. മുടിയിലെ വെള്ളം തോർത്തിയ ശേഷം തോർത്ത് സ്റ്റാൻഡിലിട്ടു. അലമാരയുടെ അടുത്തുള്ള ടേബിളിൽ സിന്ദൂരം ഇരിക്കുന്നത് കണ്ടു. അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരമെടുത്ത് നെറുകിൽ തൊട്ടു. ഇനി എന്ത് ചെയ്യും? ഇവിടെ തന്നെ നിൽക്കണോ അതോ പുറത്തു പോകണോ എന്ന സന്ദേഹത്തിൽ അവൾ നിന്നു. പിന്നെ പതിയെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. സോഫയിൽ ഇരുന്നിരുന്ന വിവേക് അവളെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. അമ്മ എവിടെയാ? അവൾ ചോദിച്ചു. ഏട്ടത്തി വാ എന്നും പറഞ്ഞ് വിവേക് ചെന്നപ്പോൾ അവൻ്റെ പുറകെ അവൾ നടന്നു. പ്രഭാവതി അടുക്കളയിലായിരുന്നു. അമ്മയെ തേടി ഒരാൾ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. പ്രഭാവതി അടുക്കള തുടയ്ക്കുകയാണ്. ഞാൻ ചെയ്യാം അമ്മേ, അവൾ പറഞ്ഞപ്പോൾ പ്രഭാവതി മോപ്പ് തൻ്റെ കയ്യിൽ തരും എന്ന് നന്ദന കരുതിയില്ല. പിന്നെ ശങ്കിച്ചു നിൽക്കാതെ അവൾ തുടയ്ക്കാൻ തുടങ്ങി. പ്രഭാവതി നന്ദനയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. നിന്റെ ആഭരണങ്ങളൊക്കെ എവിടെ? പ്രഭാവതി തിരക്കി. ഊരിവെച്ചതാ അമ്മേ, എനിക്കങ്ങനെ ഒരുപാട് സ്വർണമിട്ട് ശീലമില്ല. ഒരുപാട് എന്ന് പറയാനൊക്കെയുണ്ടോ? എത്ര പവനുണ്ട്? പ്രഭാവതിയിൽ ചോദ്യമുയർന്നു. 20, അവൾ പതുക്കെ പറഞ്ഞു. അതൊന്നും അത്ര കൂടുതലല്ല. പൂജയ്ക്ക് 50 പവൻ സ്വർണമാണ് കൊടുത്തത്. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടി. നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ? പ്രഭാവതി വീണ്ടും ചോദിച്ചു. അർജുനേട്ടൻ കൂടി വന്നോട്ടെ അമ്മേ, അവൾ പറഞ്ഞു. അർജുനൻ്റെ കൂട്ടുകാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനൊന്നും ഇന്ന് വേണ്ടി വരില്ല. പൂജയും അച്ഛനും കഴിച്ചു. നീ എന്തെങ്കിലും കഴിച്ച് മുറിയിലേക്ക് പൊയ്ക്കോ. എനിക്കാണേൽ ഒന്ന് കിടന്നാൽ മതി. പാലവിടെ കാച്ചി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് പ്രഭാവതി അടുക്കളയിൽ നിന്നും പോയി. അവൾ ആകെ വല്ലാതെയായി. കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ അവൾ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചിരുന്നത്. അവൾക്ക് ഒന്നും കഴിക്കണമെന്നില്ലായിരുന്നു. അപ്പോഴേക്കും പൂജ അടുക്കളയിലേക്ക് വന്നു. അത് അവളിൽ ആശ്വാസത്തിൻ്റെ പൂക്കാലം തീർത്തു. അമ്മ പോയി കിടന്നോ ഏട്ടത്തി? പൂജ ചോദിച്ചു. ഇതാ പാല്. അവൾ പാൽ ഗ്ലാസ് നന്ദനയുടെ കയ്യിൽ കൊടുത്തു. അതുമായി മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ തലപൊക്കി. ഹാളിൽ ആരുമില്ലായിരുന്നു. അത് നന്നായെന്ന് അവൾക്ക് തോന്നി. മുൻവശത്തെ വാതിൽ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഉമ്മറത്ത് ആരൊക്കെയോ ഉണ്ട് എന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി. മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ അർജുൻ ഇല്ലായിരുന്നു. അവനും പുറത്ത് ഉമ്മറത്ത് ഉണ്ടാകുമെന്ന് അവൾക്ക് തോന്നി. പാൽ ഗ്ലാസ് ടേബിളിൽ മൂടി വെച്ച ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓണാക്കി ഫോണും എടുത്ത് അവൾ കട്ടിലിൽ വന്നിരുന്നു. ചെറിയ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ അവൾ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. എല്ലാവരോടും സംസാരിച്ചപ്പോൾ നന്ദനയ്ക്ക് ഇത്തിരി ആശ്വാസം തോന്നി. തൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ അവൾ ആരെയും അറിയിച്ചില്ല. അവൾ വരുമ്പോൾ ഫോൺ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാവരെയും വിളിക്കാൻ പറ്റി. ഹാപ്പി ഫസ്റ്റ് നൈറ്റ് ചേച്ചി എന്ന് കുസൃതിയോടെ പറഞ്ഞാണ് നീതു കോൾ അവസാനിപ്പിച്ചത്.
കിടന്നാൽ താൻ ഉറങ്ങിപ്പോകുമെന്ന് അറിയാമായിരുന്നതിനാൽ അവൾ കിടക്കയിൽ മെല്ലെ ചാരിയിരുന്നു. 11 മണിയായപ്പോൾ ചാരിയിട്ട വാതിൽ മെല്ലെ തുറക്കുന്ന ശബ്ദം കേട്ട് നന്ദന ചെറുമയക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. അവൾ പെട്ടെന്ന് ചാടി എണീറ്റു. ഇടറുന്ന കാലടികളോടെ മുറിയിലേക്ക് വേച്ച് കയറി വരുന്ന അർജുനെ താങ്ങിപ്പിടിച്ച് വിവേകും കയറി വരുന്നത് മങ്ങിയ വെളിച്ചത്തിൽ നന്ദന കണ്ടു. ആ സമയം അവളുടെ ഉള്ളം കാലിലൂടെ ഒരു വിറയൽ ദേഹമാസകലം പടർന്നു കയറി. ഒരു നിമിഷം തൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നത് പോലെ നന്ദനയ്ക്ക് തോന്നി. എന്തായിരിക്കും നന്ദനയുടെ ആദ്യ രാത്രി സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാവൂ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിച്ചു കൊള്ളുന്നു.